എല്ലാവർക്കും നമസ്കാരം. ദ സ്കൂൾ ഓഫ് സക്സസ് ബൈ റോഷ്നി മേനോൻ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആക്ട് ആസ് ഇഫ് ടെക്നിക്. ഓക്കെ, എല്ലാവരും വളരെ 100% ഉറപ്പോടെ പറയുന്ന ടെക്നിക്കാണ് ആക്ട് ആസ് ഇഫ് ടെക്നിക്. നിങ്ങൾ ഏത് വ്യക്തിയാണോ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നടക്കുന്നത് പോലെ, ഇരിക്കുന്ന പോലെ, ചിന്തിക്കുന്നത് പോലെ, കഴിക്കുന്നത് പോലെ, എന്തൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ അതായത് നമ്മൾ ആ ഒരു കഥാപാത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഡോക്ടർ ആവാനാണ് ആഗ്രഹം എന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് ഡോക്ടർ എന്ന ഒരു കഥാപാത്രം നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ തന്നാൽ നിങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക? രാവിലെ എണീക്കുന്നത് എങ്ങനെയായിരിക്കും? നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കും. ഡോക്ടർമാരാകുമ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ. എക്സസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും, ഡയറ്റ് കാര്യങ്ങൾ എടുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ വെള്ളം കുടിക്കുന്നത് എല്ലാം എല്ലാം നമ്മൾ എങ്ങനെയായിരിക്കും ഒരു ഡോക്ടർ പെരുമാറുന്നത്, അദ്ദേഹത്തിന് മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, ആ പറയുന്ന രീതിയിൽ നമ്മൾ ആക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം നമുക്കൊരു ആർമിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഭയങ്കര പാട്രിയോട്ടിക് ആയിരിക്കും, ഭയങ്കര എക്സസൈസ് ആയിരിക്കും. പോലീസിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരെങ്ങനെയായിരിക്കും? രാവിലെ നേരത്തെ എണീറ്റ് എക്സസൈസ് കാര്യങ്ങൾ, ഓടാൻ പോവും, നടക്കാൻ പോവും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യൂലേ. അപ്പോൾ ആ ഒരു വ്യക്തി എങ്ങനെയായിരിക്കും അവരുടെ ഡയറ്റ്, അവരുടെ ഭക്ഷണം, അവരുടെ രീതികൾ, അവർ സംസാരിക്കുന്നത് എങ്ങനെയായിരിക്കും? വളരെ ഇപ്പോൾ നല്ല റെപ്യൂട്ടഡ് പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ വളവാന്നിങ്ങനെ സംസാരിക്കില്ല. അവർ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിരിക്കും. അവരെടുക്കുന്ന ഡിസിഷൻസ് എല്ലാം വളരെ പക്കയായിരിക്കും. ഓക്കെ, അപ്പോൾ ആ പറയുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആക്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഫസ്റ്റ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ യുവർ ഫ്യൂച്ചർ സെൽഫ്. നിങ്ങൾക്ക് ആരാവണം എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം അല്ലേ. ഇപ്പോൾ എനിക്ക് പറയുന്ന പോലെ ഡോക്ടർ ആവണ്ട, എനിക്കൊരു ടീച്ചർ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർമാർ എങ്ങനെയൊക്കെ ആയിരിക്കും, അവരുടെ രീതികൾ എങ്ങനെയായിരിക്കും, സാരി ഉടുക്കാൻ പഠിക്കണോ അല്ലേ. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളുണ്ടായിരിക്കും. ഒരു ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ പെട്ടെന്ന് ഒരു 9 മണിയുടെ ഉള്ളിലൊക്കെ ഒന്ന് ജോലികളൊക്കെ ഒന്ന് തീർക്കാൻ നോക്കുക. അപ്പോൾ ഒരു പേന മേടിച്ച് വെക്കുക, ഒരു ഒരു എന്താ പറയുക, ചോറ് കഴിക്കാനുള്ള പാത്രം മേടിച്ച് വെക്കുക. അപ്പോൾ കാരണം നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ ഇതൊക്കെ അത്യാവശ്യമല്ലേ അല്ലേ. ഒരു ബാഗ് മേടിച്ച് വെക്കുക. അപ്പോൾ ആ പറയുന്ന അപ്പോൾ ഒരു 9 മണിയുടെ ഉള്ളിൽ ജോലി തീർത്ത് ഞാൻ ഇരിക്കുന്നു, എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യുന്ന പോലെ ഞാനൊരു വിഷ്വലൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ അതായത് ഹൗസ് വൈഫായിട്ട് വീട്ടിലിരിക്കുമ്പോൾ എപ്പോൾ വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളതാണല്ലോ. പക്ഷെ നമ്മൾ കൃത്യസമയം വെച്ച് 9 മണിക്കുള്ളിൽ എനിക്കിതെല്ലാം ചെയ്ത് തീർക്കണം, കാരണം ഞാൻ ഇത് എന്താ പറയുക, ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് എന്ന് നമ്മളെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ സെൽഫ് എന്താണെന്നുള്ളത് നിങ്ങൾ ഫസ്റ്റ് തന്നെ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അതിൽ ഒരു ഒരു ക്യാരക്ടർ നിങ്ങൾ പിടിക്കുക. ഓക്കെ, അതായത് ഒരു ബിഹേവിയർ നിങ്ങൾ പിടിക്കുക. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക, ഇപ്പോൾ പോലീസിലേക്ക് ചേരേണ്ട വ്യക്തിയാണെങ്കിൽ അവരെന്തായാലും ഹെൽത്ത് കോൺഷ്യസ് ആയിരിക്കും. അവർക്ക് ആ ഹെൽത്ത് ഫിസിക്കൽ ടെസ്റ്റൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കത് അത്രയും നന്നായിട്ട് അവർക്കത് ചെയ്യണം അല്ലേ. അപ്പോൾ രാവിലെ എണീറ്റ് ഓടാൻ പോവും, നടക്കാൻ പോവും, ജിമ്മിൽ പോവുമായിരിക്കും. അവരുടെ ബോഡി ഫിറ്റ് ആക്കണം, കാരണം അവർക്ക് അത് കിട്ടണമെങ്കിൽ അല്ലേ. ആ ഒരു കാര്യം ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അതിൻ്റെ എക്സാം വരുന്നത്. പക്ഷെ നിങ്ങൾ ഇപ്പോഴേ ഫിസിക്കലി ഫിറ്റ് ആണെന്നുള്ളത് നമ്മളെ തന്നെ ഉറപ്പാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ബിഹേവിയർ നിങ്ങൾ കൊണ്ടുവരണം. ഡയറ്റിൽ എല്ലാം നമുക്ക് കൊണ്ടുവരാനുണ്ട് അല്ലേ. ഇത് കുറേ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിച്ച് നമുക്ക് വയറൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ഫിറ്റ് ആയിരിക്കില്ലേ നമ്മൾ അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോഴേ കൺട്രോൾ ചെയ്ത് ആ ഒരു ബിഹേവിയർ നമ്മൾ എടുക്കുക. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ യുവർ ഫ്യൂച്ചർ സെൽഫ്. രണ്ടാമത്തെ, നമുക്ക് എന്താണോ ബിഹേവിയർ ഉള്ളത് ആ ഒരു ബിഹേവിയർ എടുക്കുക, അത് മനസ്സിലാക്കുക. മൂന്നാമത്തെ പോയിന്റ്, 24 മണിക്കൂർ ഒരു ചലഞ്ച് വെക്കുക. ഇനി ഈ നാളെ തൊട്ട് ഞാൻ എണീക്കുന്ന ദിവസം ഞാൻ ഫുള്ള് ഈ വ്യക്തിയായിട്ടായിരിക്കും ജീവിക്കുന്നത്. ഈ വ്യക്തി നടക്കുന്ന പോലെ, ഈ വ്യക്തി ഇരിക്കുന്ന പോലെ, ഈ വ്യക്തി ചിന്തിക്കുന്നത് പോലെ, ഈ വ്യക്തിയുടെ മുമ്പിൽ ഒരു കാര്യം വരുമ്പോൾ അവർ ഡിസിഷൻ എടുക്കുന്ന പോലെ അതായിരിക്കും ഞാനെന്ന് നമ്മൾ മനസ്സിലുറപ്പിക്കുക. 24 മണിക്കൂർ ഒരു ചാലഞ്ച് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എവിടെയായിരിക്കും നിങ്ങളത് തെറ്റിക്കണത്. എന്നിട്ട് പിറ്റേ ദിവസം ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങൾ കുറേയൊക്കെ ആ ഒരു വ്യക്തിയായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകുമെന്ന് മനസ്സിലുറപ്പിക്കുക. ഓക്കെ, അതുപോലെ തന്നെ രാവിലെ എണീറ്റ് ഒരു കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് 3 മിനിറ്റെങ്കിലും നേരം ആ വ്യക്തി ഇരിക്കുന്നതും നടക്കുന്നതും കഴിക്കുന്നതും ഒക്കെ രീതികളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഈ ഒരു ചാലഞ്ച് പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിൽ സക്സസ് ആകും. കാരണം നമ്മൾ ഒരേ കാര്യം തന്നെ ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രസമല്ലേ അല്ലേ. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു സിനിമയിൽ നിങ്ങൾക്ക് അഭിനയിക്കാൻ ഒരു ചാൻസ് തന്നു, നിങ്ങൾക്ക് ആവണം എന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ, ഒരു ഡോക്ടർ, ഒരു ടീച്ചർ, ഒരു സ്പോർട്സ്മാൻ, ഒരു ആർമി, ആരും ആയിക്കോട്ടെ, ആ വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങൾക്ക് നാളെ തൊട്ട് നിങ്ങൾ ഇന്ന സിനിമയിൽ അഭിനയിക്കാൻ പോവാണ്, നിങ്ങളുടെ വേഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും അഭിനയിക്കുക എന്നുള്ളത് നിങ്ങളൊന്ന് ജീവിച്ചൊന്ന് കാണിക്കുക. ഓക്കെ, 24 മണിക്കൂർ ചാലഞ്ച് ഒന്ന് ഏറ്റെടുക്കുക, അതൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ആ വ്യക്തിയായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ, ആ വ്യക്തി കൊണ്ടുവന്ന ഇമോഷൻസ് എന്തൊക്കെയായിരിക്കും, സന്തോഷം, എക്സൈറ്റ്മെന്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അതൊക്കെ ഒന്ന് നന്നായി ചെയ്ത് നോക്കുക.
ഓക്കെ. അപ്പോൾ ആക്ട് ആസ് ഇഫ് ടെക്നിക് ഏതൊരു ടെക്നിക്കായാലും എന്ത് കാര്യങ്ങളായാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് വേണ്ടത് ഈ ഒരു ടെക്നിക്കാണ്, ആക്ട് ആസ് ഇഫ് ടെക്നിക്. ഈ ഒരു കാര്യം ചെയ്യാണ്ട്, ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിലേക്ക് വരാണ്ട് നമുക്ക് ആ വ്യക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കില്ല. ആ വ്യക്തിയായിട്ട് മാറിയാൽ മാത്രമേ നമുക്ക് യൂണിവേഴ്സ് നമ്മുടെ ആ ഒരു ആഗ്രഹം നടത്തി തരുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവരും ഈ ആക്ട് ആസ് ഇഫ് ടെക്നിക് എന്ന് പറഞ്ഞ കാര്യം നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ടാണ് ദിസ് ഈസ് റോഷ്നി മേനോൻ സൈനിങ് ഓഫ്.